പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ ഉജ്ജ്വല സ്വീകരണം. പിണറായി വിജയൻ സർക്കാർ 10 കൊല്ലം ഭരിച്ചു മുടിപ്പിച്ചാണ് ഇറങ്ങുന്നതെന്നും UDF പ്രതിപക്ഷമല്ലെന്നും അധികാരത്തിലെത്താൻ പോകുന്ന മുന്നണിയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും വാദ്യമേളങ്ങൾ, കുംഭകുടം, ആട്ടക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പ്രതിപക്ഷ നേതാവിനെ സമ്മേളനവേദിയായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് സ്വീകരിച്ചു. കേരളത്തെ ഇടതു സർക്കാർ നശിപ്പിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തെ പുനർജീവിപ്പിക്കും. നാടിനെ രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് UDF എത്തുന്നത്. ഇടതു സർക്കാരിന്റെ 10 കൊല്ലത്തെ ഭരണം കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർത്തുവെന്നും 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജ് ഉണ്ടാകും. വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷക സമൂഹത്തെ രക്ഷിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാകും. ക്ഷീര കർഷകരെ ചേർത്ത് നിർത്തും. നമുക്ക് ഈ നാടിന് മാറ്റങ്ങൾ ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയുന്നു. നമ്മുടെ കേരളം ഇനി പിന്നിലേക്ക് നടക്കില്ല. നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കും. അതിനുള്ള കർമ്മപദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഇവരെ പോലെ പ്രഖ്യാപനങ്ങൾ നടത്താനല്ല. ഇവരുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേയാണ്. ഇവർ പ്രഖ്യാപിക്കാൻ 5 പൈസ ഖജനാവിലില്ലാതെ ആളുകളെ കബളിപ്പിക്കുകയാണ്. 2021 ജനങ്ങളോട് പറഞ്ഞു 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 ആക്കുന്നു. ഇല്ലേ? കുറെ പേരാണ് വോട്ട് ചെയ്തു. 4.25 കൊല്ലക്കാലം ചില്ലിക്കാശ് തുല്യം. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 400 രൂപ കൂട്ടിയത്. ഞങ്ങളെന്ന് പറഞ്ഞു, ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്. അവരെന്ത് ചെയ്തു? അവർ ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് UDF വോട്ട് ചെയ്തു. MK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബഹുജനങ്ങളോട് ഞങ്ങൾ സമ്മതിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. മതേതര രാഷ്ട്രീയമാണ്, വർഗീയ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം അല്ലെങ്കിൽ ശക്തി, കരുത്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ മുഴുവൻ മുന്നണി പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്നുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, നാട്ടകം സുരേഷ്, ജോസഫ് വാഴക്കൻ, EJ ആഗസ്തി, VM വിനു, ഫിൽസൺ മാത്യു, ടോമി കല്ലാനി, ഫിലിപ്പ് ജോസഫ്, അഡ്വക്കേറ്റ് G ഗോപകുമാർ, മൈക്കിൾ ജെയിംസ്, ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.